നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ പുതുമുഖങ്ങളെ രംഗത്തിറക്കാൻ കോൺഗ്രസ്. ബിന്ദു കൃഷ്ണ അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിൽ ഇതിനോടകം സജീവമായിട്ടുണ്ട്. സീറ്റ് ആവശ്യവുമായി ഫോർവേഡ് ബ്ലോക്കും രംഗത്തെത്തി. കൊല്ലം സീറ്റിൽ സ്ഥിരം മുഖങ്ങളെ പരീക്ഷിക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയമുണ്ടെങ്കിലും ഇടതിനു മേൽക്കൈയുള്ള മണ്ഡലത്തിൽ പുതുമുഖങ്ങളെ ഇറക്കിയുള്ള പരീക്ഷണമേ ഫലം കാണൂവെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ മണ്ഡലത്തിൽ സജീവമാണ്. പക്ഷേ ബിന്ദു കൃഷ്ണയെ ഇറക്കിയാൽ വിജയം നേടാൻ കഴിയുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവിയും സീറ്റിനായി രംഗത്തുണ്ട്. മുതിർന്ന നേതാക്കളിൽ ചിലർ സൂരജ് രവിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുതുമുഖത്തെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലിന്റെ പേരിലേക്ക് നേതൃത്വമെത്തും. സർക്കാരിനെതിരെ തുടർച്ചയായി നടത്തിയ സമരങ്ങളിലൂടെ ജില്ലയിൽ സജീവമാണ് വിഷ്ണു സുനിൽ. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നൽകിയ ഏക പേരും വിഷ്ണു സുനിലിന്റേതാണ്. കൊല്ലം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് ഫോർവേഡ് ബ്ലോക്കും രംഗത്ത് വന്നിട്ടുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജന് സീറ്റ് നൽകണമെന്നാണ് ആവശ്യം. KPCC നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തു. RSPയും കൊല്ലം സീറ്റിനായി താൽപര്യം പ്രകടിപ്പിച്ചുവെന്നാണ് വിവരം. ഇതോടെ UDFൽ കൊല്ലം സീറ്റ് വിഷയം നീണ്ട ചർച്ചകൾക്ക് വഴിവെക്കും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.